ഹലോ ഗൈസ്, നമുക്ക് അങ്ങനെ ഹോസ്റ്റലിൽ പോകാനുള്ള ഡേറ്റ് വന്നു കേട്ടോ. ഇനി ഒരു 1 വീക്കിനുള്ളിൽ നമ്മൾ ഹോസ്റ്റലിൽ പോകാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്തു. ഇതിലുള്ള പകുതിയിലേറെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെയുള്ള സാധനങ്ങളാട്ടോ. ബാക്കി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ടതായിട്ടുള്ളൂ. ഈ ചെക്ക് ലിസ്റ്റിൽ ഞാൻ A to Z എല്ലാ സാധനങ്ങളും എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില സ്ഥലത്ത് കുറച്ച് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ തോന്നിയാൽ അപ്പോൾ ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഈ ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മാത്രമല്ല, നമ്മളിത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇല്ലെങ്കിൽ പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ ഹോസ്റ്റലിൽ തന്നെ വെച്ച് മറന്നു വരാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ക്ലോത്ത്സിൽ ബേസിക് ആയിട്ടുള്ള ക്ലോത്ത്സും വിയറിംഗ് ക്ലോത്ത്സും എത്നിക് വിയേഴ്സും അങ്ങനെയുള്ള കുറച്ച് ക്ലോത്ത്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് എഴുതുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ ബെറ്റർ. പിന്നെ ഉള്ളത് പേഴ്സണൽ ഐറ്റംസ് ആട്ടോ. ഹൈജീൻ, ടോയ്ലറ്ററീസ്, പിന്നെ കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാട്ടോ അതിലുള്ളത്. ഹൈജീനിൽ നെയിൽ കിറ്റ്, ഷേവർ, അലോവേര ജെൽ, ടിഷ്യൂ, വെറ്റ് ടിഷ്യൂ, കോട്ടൺ ബോൾസ്, ഇയർ ബഡ്സ്, ഡെറ്റോൾ, സാനിറ്ററി പാഡ്, സാനിറ്ററി സ്പ്രേ, സാനിറ്റൈസേഴ്സ്, മാസ്ക് അങ്ങനെയുള്ള എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ടോയ്ലറ്ററീസ്. നമുക്കറിയാലോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് കോസ്മെറ്റിക്സ് ആണ്. അതിൽ ഹെയർ സിറംസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഫേസ് വാഷ് അങ്ങനെയുള്ള എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ അനുസരിച്ച് എല്ലാം എഴുതിയിട്ടുണ്ട്. കാരണം അവസാന മിനിറ്റിൽ ചാർജേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് യൂട്ടൻസിൽസ് കുറച്ച് എഴുതിയിട്ടുണ്ട്. സ്പൂണും ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിൽസും കപ്പും ബൗള് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരുടെ ലിസ്റ്റിലും ഫസ്റ്റ് എയ്ഡ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ അനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നുള്ളത് കോളേജ് സപ്ലൈസ് ആണ്. അത് കാര്യമായിട്ട് എല്ലാ നമ്മുടെ കോഴ്സിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലീനിങ് സപ്ലൈസ് അത് മസ്റ്റ് ആണ്. നമ്മളൊരു കോളേജ് ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ എല്ലാം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അതുകൊണ്ട് ക്ലീനിങ് സപ്ലൈസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിലെന്ന് പറഞ്ഞ് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ സേഫ്റ്റി പ്രിക്കോഷൻസിനുള്ളതും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ന്യൂസ് പേപ്പേഴ്സ്, ഹാങ്ങേഴ്സ്, പെപ്പർ സ്പ്രേ, ലോക്ക് ആൻഡ് കീ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് വെയേഴ്സ്, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള കുറച്ച് ഫുഡ് വെയേഴ്സും പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന ബാഗ്സും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ബാഗ്സും ആണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഹോൾ ലിസ്റ്റിലുള്ളത്. ഇതിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാട്ടോ എഴുതിയിട്ടുള്ളത്. ഹോസ്റ്റൽ അത്യാവശ്യം വീടിന് അടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് പോകാൻ പറ്റുന്നിടത്തൊക്കെ ആണെങ്കിൽ ഇത്രയും സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്നൊന്നും വീട്ടിലേക്ക് എത്താൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. സോ ഇനി ഇതിൻ്റെ ബാക്കി ഷോപ്പിംഗ് വീഡിയോസും അതുപോലെ പാക്കിംഗ് വീഡിയോസൊക്കെ വഴിയേ വരും. ഡു ഫോളോ ഗൈസ്.